ഈ ചിന്താവിഷയ ശ്യാമളയിൽ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഓ പാർട്ട് ടൈം ഭക്തി, അങ്ങനെ ഒരു ഭക്തി ഉണ്ടോ എന്ന് പറയുന്ന പോലെ ഒരു പാർട്ട് ടൈം വിരോധം, ഒരു പാർട്ട് ടൈം വിരോധം അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമല്ല. എൻ്റെ വിരോധത്തിന് എൻ്റെ അഭിപ്രായങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അത് ഒരു പക്ഷേ നമ്മളുടെ ഒരു മീഡിയ റൂമിലെ ചെറിയൊരു ഡിസ്കഷനകത്ത് വിശദീകരിക്കാനൊന്നും പറ്റിക്കോണമെന്നുണ്ടാവില്ല. പക്ഷെ അതിലെനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അതിൽ ഞാനൊരു കാപട്യം കലർത്തുന്ന പ്രശ്നമേ ഇല്ല. ഐഡിയോളജിക്കലി ഞാൻ പറഞ്ഞു, ഒരു തരത്തിലും മുസ്ലിം ലീഗ് നിൽക്കുന്ന പ്രതലത്തിൽ ജമാഅത്ത് നിൽക്കില്ല, ജമാഅത്ത് നിൽക്കുന്ന പ്രതലത്തിൽ മുസ്ലിം ലീഗും പോവില്ല. ഉറപ്പാണ്. എന്താ സംശയമുള്ളത്? അപ്പൊ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ലീഗിന്റെ വഴിക്ക് വരുന്നൊക്കെ പറഞ്ഞ ചുമ്മാ പ്രസംഗത്തിൽ അടിച്ച അല്ല. വോട്ട് ചെയ്യുക എന്ന നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നത് എപ്പോഴാ? വളരെ റീസെൻ്റ് അല്ലേ. ഞങ്ങളോ 1948 മുതൽ 48 മുതൽ ഞങ്ങൾ ഉണ്ടായി. 47 മുതൽ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലേ? അപ്പം വോട്ട് ചെയ്യാൻ അവർ വന്നത്, ബൂത്തിലേക്ക് വന്നത് ഞങ്ങളുടെ ആശയത്തിലേക്കല്ലേ? അതിപ്പോ എല്ലാവരും BJP വരെ അങ്ങനെയാണ്. അപ്പൊ BJPയുടെ ആശയത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി വരും എന്ന് പറയുന്നത് പോലെ അബ്സർഡാണ് ആ വാദം. അല്ലല്ല, അത് വിട്ടേരെ. അങ്ങനല്ല, വിടില്ല. ഞാൻ ഒരിക്കലും വിടില്ല. കാരണം ഞാൻ പറഞ്ഞ വാദമാണ്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി സെക്കുലറിസത്തെ അംഗീകരിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി വോട്ട് രാഷ്ട്രീയത്തെ അംഗീകരിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ അംഗീകരിച്ചാൽ, ഞങ്ങൾ അവരോട് പറയണം, നിങ്ങളൊരു കാലത്തും ഇത് ചെയ്യരുതേ. കാരണം നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയം വെച്ചിട്ട് നിങ്ങൾ അപ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ KM ഷാജി ഈ തെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് ആവർത്തിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഇനിയും 3-3.5 മാസക്കാലം സമയം ബാക്കിയുണ്ട്. ഞാൻ ആ പറഞ്ഞ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ അവർക്കെതിരെ പോരാട്ടം നടത്തുക. ഇപ്പോഴും അല്ലല്ല, ഞാൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് അല്ലല്ല. ഈ മതരാഷ്ട്രവാദത്തിനെതിരെ ഇപ്പോഴും പോരാട്ടത്തിലാണ്. അല്ല, അന്നതല്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഞാനാണ്. എന്നെ വിശ്വസിച്ചിട്ടാണ് എത്ര ആളുകൾ പിന്നെ പരിക്ക് പറ്റി, എത്ര ആൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് ഞാൻ പോയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോംപ്രമൈസ് നിൽക്കാവുന്ന അത്രമേൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയമാണത്. ആ സമയത്ത് ആ ഫൈറ്റിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലില്ല. നിങ്ങൾക്കറിയാലോ SDP എവിടെ നിൽക്കുന്നത്? SDP കേരളത്തിൽ തിളച്ചു. ഈ കടപ്പുറം കോഴിക്കോട് SDPയുടെ എത്ര സമ്മേളനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാണ്. നിങ്ങൾ കണ്ടതല്ലേ? SDP അവിടെ ഉണ്ടോ? ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത് ഐഡിയോളജിക്കലി അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത്, അവരെ ഒറ്റപ്പെടുത്തേണ്ടത്, അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിനൊക്കെ ആ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ SDPI ഒട്ടും മാറിയിട്ടില്ല. അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിലെന്താ മാറ്റം ഉണ്ടായത്? മാറ്റം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരു വിഭാഗത്തെ പിന്നെയും പോയിട്ട് അവരെക്കുറിച്ച് മാത്രം, ഇവിടെ വലിയ ഫാസിസ്റ്റം, ഇവിടെ മനുഷ്യർക്കെതിരെ ഏറ്റവും വലിയ നരഹത്യകൾ നടത്തുക, മനുഷ്യരെ പൂർണ്ണമായി പാർശ്വവൽക്കരിക്കപ്പെടുക. ആ സമയത്തും പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ പറയുന്നത് ഈ 10,000 ലക്ഷക്കണക്കിന് മെമ്പർമാരുടെ ഇടയിൽ 100 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ മാന്തി പിടിച്ചിട്ട് നിങ്ങളെ ഞാൻ വിടൂല എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ നമ്മൾ ഇപ്പൊ നമ്മൾ തന്നെ എത്ര സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി വിവാദം സത്യത്തിൽ UDFന് പറ്റിയൊരു ട്രാപ്പാണോ? നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു നിലപാട് UDF എടുക്കുമ്പോൾ അതിനെ ഒരു ആയുധമാക്കിയെടുക്കാൻ ഒരിക്കലും CPMന് കഴിയാത്തത് അവർ നേരത്തെ തന്നെ നടത്തിയ ബാന്ധവം കൊണ്ടാണ്. ഇപ്പോൾ ചർച്ചയുടെ ഫോക്കസിലേക്ക് അതിനെ കൊണ്ടുവരിക, മാറാട് കല ഓർമ്മിപ്പിക്കുക, വിച്ച് ഈസ് അബ്സർഡ്. ഇതൊക്കെ വന്നിട്ട് ചർച്ചയുടെ ഒരു ഫോക്കസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുമെന്ന് പോലെ എനിക്ക് സംശയമുണ്ട്. അത് ഒരു അബ്സർഡായ ഒരു നീക്കമായി പെട്ടുപോയോ? കുറേ കൂടെ വിസിബിളായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷക്കാരൻ ഈ പറയുന്നവൻ്റെ ആത്മാർത്ഥത, ഈ പറയുന്നവൻ്റെ സത്യസന്ധത, അവരെടുക്കുന്ന കിട്ടാത്ത മുന്തിരി വിളിക്കുന്നൊക്കെ പറഞ്ഞ പോലെ എടുക്കുന്ന സമീപനങ്ങൾ ജനങ്ങൾക്ക് വളരെ ബോധ്യമാണ്. അല്ലായിരുന്നെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വിഷു ഉയർത്തിക്കൊണ്ടുവന്നല്ലേ? തൊട്ട് മുമ്പല്ലേ ബാലൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഈ ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നവരൊക്കെ മൈനോറിറ്റി സംഘടിക്കുമ്പോഴേക്കും ബേജാറാവുന്നവർ, പേടിക്കുന്നവർ എന്ന ധാരണ ആദ്യം നമ്മൾ മാറ്റിവെക്കണം.